കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വടകര പാർലമെന്റ് സീറ്റിൽ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, മതപരമായ ഭിന്നിപ്പുണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്നും ഭൂരിപക്ഷ സമുദായത്തെയും ന്യൂനപക്ഷ സമുദായത്തെയും തമ്മിൽ അകൽച്ചയുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വടകരയിൽ CPM നടത്തിയതെന്ന് അതിനുശേഷമുണ്ടായ നിരവധി കാര്യങ്ങളിലൂടെ പോലീസിന് തന്നെ അത് സംബന്ധിച്ച സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയ പ്രചരണം എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് പുറത്തേക്ക് പറയേണ്ടി വന്നു. പോലീസ് ആദ്യം ഒരു മുസ്ലിം യൂത്ത് ലീഗുകാരനെ പ്രതിയാക്കിയെങ്കിലും അയാൾ ധൈര്യപൂർവ്വം മുന്നോട്ട് ചെന്ന് അയാളുടെ ഫോൺ മുഴുവൻ പോലീസിന് കൊടുത്ത് അത് തെളിയിക്കാൻ പോലീസിനെ വെല്ലുവിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് അതിലൊരു ന്യായമായ ഇടപെടൽ നടത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് കുറ്റക്കാരെന്ന് പുറത്തു വന്നു. അപ്പൊ രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന, അധികാരത്തിലേറാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ നമ്മുടെ കേരളത്തിലെ CPM-ഉം LDF-ഉം നിലപാടെടുത്തത് എന്നുള്ളത് എത്രമാത്രം അപകടകരമാണ് എന്ന് നമ്മൾ അറിയണം. അതിനുശേഷമാണ് അതിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവരുന്നത്. കഴിഞ്ഞ 4.5 വർഷക്കാലമായി ആ റിപ്പോർട്ട് മുഴുവൻ ഇവർ ഒളിച്ചുവച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇവരെല്ലാം മറച്ചുവച്ചിരിക്കുകയായി. നമുക്കറിയാം, ആ റിപ്പോർട്ടിൽ ഗൌരവതരമായ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളുണ്ട്. ലൈംഗിക അതിക്രമ കേസുകൾ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടാലും അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും അന്വേഷണം നടത്തുകയും വേണം. ഇവിടെ സർക്കാർ തന്നെ ഒളിച്ചുവെച്ചു. അവസാനം പ്രതികളായ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. പ്രതിപക്ഷത്തിന്റെ അതിശക്തമായ സമ്മർദ്ദം മൂലം വനിതാ IPS ഉദ്യോഗസ്ഥരെ നിയമിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അത് നിയമിച്ചെങ്കിലും അതിന്റെ കൂടെ പുരുഷ പോലീസ് ഓഫീസർമാരെ കൂടി നിയമിച്ച് ആ നിയമനത്തെ ദുർബലമാക്കി. സർക്കാർ എന്താ പറഞ്ഞത്? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം ഉയർന്നു വന്ന ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന നമ്മൾ ആവശ്യപ്പെട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിലെ തെളിവ് കൊടുത്തിട്ടുള്ള, അതിൽ വന്നിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസുകൾ ഉണ്ടാകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അവിടെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് നമ്മൾ എന്താണ് പറഞ്ഞത് അത് തന്നെ ഹൈക്കോടതി പറഞ്ഞു. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞു. ഗവൺമെന്റ് ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. അവിടെയും സ്വന്തക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, തങ്ങൾക്ക് ബന്ധമുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഹീനമായ ശ്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്.